അങ്ങനെ ഞങ്ങൾ HR വിളിക്കുന്നു. ആ പയ്യെ ശരിക്കും വരുന്നു. വന്ന് HR സംസാരിച്ചു. HR ഒരു കൺക്ലൂഷൻ പറഞ്ഞു, കുഴപ്പമില്ല, പോർട്ട്ഫോളിയോ നല്ലതല്ലേ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു കൺസേൺ തോന്നി. കാരണം ഇവൻ്റെ ആ ഒരു പോർട്ട്ഫോളിയോൻ്റെ ഒരു കോൺഫിഡൻസ് ഇതിന് സംസാരത്തിലില്ല. എന്തോ ഒരു എസ്കേപ്പിസം പോലെയൊക്കെ എനിക്ക് ചെറിയൊരു കാര്യം തോന്നി. ഞാൻ അവൻ്റെ അടുത്ത് ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഹി ഇൻസിസ്റ്റഡ് ലൈക്ക് ഹി കാണ്ട് ഏബിൾ ടു ഡു ദ ടെസ്റ്റ് റൈറ്റ് നൗ, ഹി നീഡ് ടു ലീവ്. ബട്ട് ഞങ്ങൾ പറഞ്ഞു അവൻ്റെ അടുത്ത് പ്ലീസ് സപ്പോർട്ട് ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ഇവൻ ടെസ്റ്റിന് വേണ്ടി ഇരുന്നു. അപ്പോഴേ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി, എന്തോ ഇവനൊരു കൺസേൺ ഉണ്ടെന്നുള്ളത്. ഇവൻ ടെസ്റ്റ് ചെയ്ത് 2 മണിക്കൂർ, അതായത് 30-40 മിനിറ്റ് കൊണ്ട് തീരേണ്ട വളരെ ബേസിക് ആയിട്ടുള്ളൊരു പോസ്റ്റർ ഒരു 2-2.25 മണിക്കൂറായിട്ടും ഹി വാസ് സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് എ പെർഫെക്റ്റ് ഫോണ്ടൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊക്കെ നോക്കുക. ഒരു ഗ്രാഫിക് ഡിസൈനർ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദ ഗ്രാഫിക് ഡിസൈനർ നോസ് ഒരു 5 to 10 സെറ്റ് ഓഫ് ഫോൺസ്. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഡൗട്ട് വന്ന് ഇവനെ വിളിച്ചു. ഇവൻ്റെ അടുത്ത് കാര്യം ചോദിച്ചു. നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് അവന് കൊടുത്തിട്ടില്ല, അവനിവിടെ ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ റീസൺ അറിയാൻ വേണ്ടി ഇവനോട് കുറച്ചധികം നേരം സംസാരിച്ചു. ഒരു സ്ലോ ഫേസിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഇവൻ ശരിക്കും ആക്ച്വൽ കൺസേൺ പറഞ്ഞു.